അജി ലൊക്കേഷൻ മേലാണോ? അജിനെ സ്പോട്ട് ചെയ്തേ, എടാ സൂപ്പർ ചാറ്റ് ഒക്കെ പോരട്ടെ. അക്ഷയ് എനിക്കൊരു വെറൈറ്റി ചലഞ്ച് തരുമോ ഫോർ കണ്ടന്റ് ബി ആർ? നിനക്കുള്ള വെറൈറ്റി ചലഞ്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 20,000 ടോക്കൺ നീ ബർമുഡ മാപ്പ് പോയിട്ട് കളക്ട് ചെയ്യണം. ഓക്കെ, അതാ നിനക്കുള്ള ചലഞ്ച്. എന്താ വെറൈറ്റി ഇല്ലേ? കൊള്ളത്തില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഈ എയർ കൂടെ പോണ വലിയ മീല്ല, അതിനെ വെടിവെച്ചിടാനൊന്നും പറയാൻ വന്നത്. പിന്നെ വേണ്ട. അപ്പൊ ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ അക്ഷയന്റെ ചലഞ്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാനും വേണ്ടി ലോബി കയറിയാണ്. ഇവിടെ ആണെങ്കിൽ അക്ഷയ് പറഞ്ഞ 20,000 ആരും 30,000 ആക്കാൻ നോക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ഈ ചലഞ്ചിന് വേണ്ടിയിട്ട് സ്കോഡിനെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ അമ്മാരെ സ്കോഡ് കയറി. ആൻഡ് ഗൈസിന്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ എല്ലാവരും മാക്സിമം സബ് ആക്കുക. ആൻഡ് ഈ എബിലിറ്റീസും കാര്യങ്ങളും യൂസ് ചെയ്താണ് ഗൈസ് ഞാൻ കളിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കുക ടീമേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടുണ്ടാക്കുക അതിൻ്റെ ഇടയിൽ കൂടി. ആൻഡ് ഇവിടെ ആണെങ്കിൽ മാസ്റ്റർ 4 സ്റ്റാർ ലോബിയിലാണ് ഗൈസ് ടോക്കൺ കളക്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിൽ മാച്ചുകൾ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ടീമേറ്റിനോട് പറഞ്ഞ 4 ആൾക്കാർ 4 സൈഡിൽ ഇറങ്ങണം. എൻ്റെ ഇടയിൽ കൂടെ നോക്കണ ഒരു ചങ്ങായിൻ്റെ വയ്യൊക്കെ ഇറങ്ങി. ആൻഡ് ഇവിടെ ആണെങ്കിൽ ടോക്കണും കാര്യങ്ങൾ ക്ലൈം ചെയ്യാൻ തുടങ്ങി ഗസ്റ്റ് ടീമേറ്റ്. ഞാനാണെങ്കിൽ അഡ്വാൻസിന് വേണ്ടി 2-3 ഗണ്ണ് എടുത്തേക്കാണ് ഗസ്റ്റ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഇറങ്ങി കുറെ നേരമായിട്ട് ഒരു ടോക്കൺ പോലും ക്ലൈം ചെയ്തില്ല. ഞാൻ വണ്ടിയും തപ്പി നടക്കണം ഇതിൻ്റെ ഇടയിൽ കൂടെ. അറ്റ്ലാസ് നമുക്ക് ട്രക്ക് മേലെ കിട്ടി. ഇവിടെ ആണെങ്കിൽ ഞാൻ ഒരു ടോക്കൺ പോലും ക്ലൈം ചെയ്യാണ്ട് ഏകദേശം 2,400 ടോക്കൺ ആക്കി ഗസ്റ്റ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഞാൻ നേരെ സ്ട്രിപ്റ്റിന് എടുത്തേക്കാണ് പോകുന്നത് ഗസ്റ്റ്. ഭാഗത്ത് കുറെ ടോക്കണും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ. ആൻഡ് ഇത്രയും നേരമായിട്ട് ടോക്കൺ 2,400 തന്നെയാണ് ഗസ്റ്റ്, ഒരു മാറ്റവും ഇല്ലാണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിൽ കുറെ നേരം തപ്പിയിട്ടും കിട്ടാത്ത വണ്ടിയാണ് ഗസ്റ്റ് ഇപ്പോഴൊക്കെ കാണുന്നത്. ഫസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ലംബോർഗിനി എടുത്ത് വാങ്ങിച്ചു. പിന്നെ അന്നപ്പോൾ തന്നെ സൈഡിൽ ബൈക്ക് ഉണ്ട്. പിന്നെ ബൈക്ക് ഇട്ട് കളിയില്ല. പിന്നെ ബൈക്ക് വെച്ച് പോകാനും ഭയങ്കര സുഖമാണ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഏകദേശം 3,000 ടോക്കൺ ആക്കി. ആൻഡ് എല്ലാവരുടെയും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 12,000 ഉണ്ടാവും. ആൻഡ് ഇവിടെ ആണെങ്കിൽ അവിടെ നിന്ന് നേരെ താഴ്ത്താൻ ടോക്കൺ ക്ലൈം ചെയ്യാണ് ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഏകദേശം 3 ടോക്കൺ ക്ലൈം ചെയ്യാണ്ട് ഗൈസ്. ആൻഡ് നിങ്ങൾ ഏറ്റവും തോന്നെ ക്ലൈം ചെയ്ത കോയിൻ്റെ അക്കൗണ്ട് കമന്റ് ചെയ്യുക. അടുത്താണ് ഏറ്റവും ടോപ്പ് നോക്കാം. പിന്നെ ഈ പുതിയ അപ്ഡേറ്റിനെ പറ്റിയുള്ള അഭിപ്രായവും കമന്റ് ചെയ്യുക. പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തെ ടോക്കണൊക്കെ ഏകദേശം ക്ലൈം ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മളെ കയ്യിൽ ഏകദേശം 4,500 ടോക്കൺ ആയി. ഇവിടെയാണ് അക്ഷയ് പറഞ്ഞ 20,000 കോയിനൊക്കെ ആയിട്ടുണ്ടാവും ഗൈസ് ഏകദേശം എല്ലാവർക്കും കൂടി വെച്ച് നോക്കുമ്പോൾ. ആൻഡ് ഇവിടെ ആണെങ്കിൽ നമ്മുടെ ടീമേറ്റ്സിൻ്റെ അതേ പേരാണ് ചെക്കന്മാരാണെങ്കിൽ വെറുതെ ഒരു കാപ്പിന് വേണ്ടിയിട്ടാണ് ഗൈസ്, അല്ലാണ്ട് വേറെ ഉണ്ടായിട്ടില്ല. ആൻഡ് ഇവിടെ ആണെങ്കിൽ മില്ലിക്ക് പോകുന്നതിൻ്റെ അടുത്ത് എനിക്ക് നല്ല രീതിക്ക് അടിക്കാനുള്ള വന്നു ഗൈസ്. ഇവിടെ ആണെങ്കിൽ ക്യാരക്ടർ കാര്യങ്ങൾ ഇട്ട് എന്നാൽ നല്ല രീതിക്ക് ഡാൻസ് കിട്ടി. ആൻഡ് നമ്മളാണ് അത്യാവശ്യം മെഡിക്കറ്റും കാര്യങ്ങളുള്ളത് കൊണ്ട് വലിയ സീനൊന്നുമില്ല ഗൈസ്. ആൻഡ് ഗൈസ് ഇവിടെ നോക്കാൻ എൻ്റെ കയ്യിൽ ഏകദേശം 5,400 ടോക്കൺ ആയി. ടീമേറ്റ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 20 കയ്യിൽ ഉണ്ടാവും. ആൻഡ് ഇവിടെ ആണെങ്കിൽ എല്ലാവരോടും എൻ്റെ അടുത്ത് വരാനാണ് പറഞ്ഞത് ഗൈസ്. ആൻഡ് ഇവിടെയാണ് ഫസ്റ്റ് ടീമേറ്റ് എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് ഗൈസ് ടോക്കണായിട്ട്. ആൻഡ് ബാക്കിലെ 2 ടീമേറ്റ്സ് ആണ് അപ്പുറത്തും ഉള്ളത്. ഓല് വരുന്ന റൂട്ടിനാണെങ്കിൽ എനിമിയും കാര്യമുണ്ട് ഗൈസ്. അടികൊണ്ട് കുറച്ച് ചാടുന്ന ആദ്യം. ആൻഡ് ഇവിടെ ആണെങ്കിൽ ചെക്കൻ്റെ കയ്ക്ക് എനിമിയും കാര്യമുണ്ട് തോന്നുന്നു. പിന്നെ നമ്മളെ കയ്യിലാണ് ഏകദേശം 11,000 ടോക്കൺ ആയി ഗൈസ്. ഫസ്റ്റ് ടൈം ഗൈസ് ഇത്രയും ടോക്കണൊക്കെ കൈമ കാണുന്നത്. ആൻഡ് നമ്മൾ അടുത്ത ടീമേറ്റ് ആണ് പാലത്തുമോട്ട് കയറി വരുന്നുണ്ട് ഗൈസ്. പിന്നെ അല്ല നമ്മൾ അടുത്ത 5,000 ചെക്കൻ വരുന്നുണ്ട്. ആൻഡ് ഇതുപോലത്തെ വീഡിയോ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇവിടെ ആണെങ്കിൽ നമ്മൾ കുറെ നേരം കാത്തുക്കുന്നു ഗൈസ് നമ്മളെ ചെന്നൈക്ക് വേണ്ടി. ഞാൻ മല കയറി വരുന്നുണ്ട്. ഓസ്കാർ ചാലേ ഇവിടെ ആണെങ്കിൽ ചെക്കൻ ഏകദേശം 6,000 ടോക്കണോളം എനിമി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അല്ല ആൻഡ് സീനൊന്നുമില്ല ഗൈസ്, നമ്മൾ അടുത്ത ടീമേറ്റ് ഇവിടെ ടോക്കൺ കൊണ്ടുപോയി തന്നിട്ടുണ്ട് ഗൈസ് ഏകദേശം 5,000 ടോക്കൺ. ഇവിടെ ആണെങ്കിൽ നമ്മൾ ടോട്ടൽ 17,300 ടോക്കൺ കാര്യങ്ങൾ വയ്ക്കുന്നപ്പോൾ. ആൻഡ് ചത്തവും പോകുമ്പോൾ ഏകദേശം 3,000 ടോക്കൺ കിട്ടും ഗൈസ്. അതിനോട് വലിയ സീനൊന്നുമില്ല, എന്തായാലും 20,000 ആവും. ആൻഡ് ഇവിടെ ആണെങ്കിൽ നമ്മളെ ചെക്കനെ പൊക്കാനുള്ള ടോക്കൺ കാര്യം കൊടുക്കുകയാണ് ഗൈസ്. ഞാൻ പൊക്കാൻ പോകുന്നൊന്നുമില്ല ഗൈസ്, നമ്മളെ ടീമേറ്റ് തന്നെ പൊക്കാൻ പോകുന്നത്, റിസ്ക് എടുക്കാൻ വയ്യ. ആൻഡ് ഇവിടെ ആണെങ്കിൽ നമ്മളെല്ലാവരും ക്ലൈം ചെയ്ത് തന്നെ 20,000 ആക്കി ടീമേറ്റിൻ്റെ വാങ്ങാണ്ടെന്ന്. ഇവിടെയാണെങ്കിൽ ചെക്കന്മാർ മലിൻ്റെ മുകളിൽ കുത്തിരിക്കുകയാണ് ഗൈസ് ടോക്കൺ ഡ്രോപ്പ് ആക്കിയാണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിൽ അവനും കൂടി എടുത്തപ്പോൾ തന്നെ ഏകദേശം 23,000 ടോക്കൺ ആയി ഗൈസ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ചെക്കന്മാരെ ലൈനുണ്ട് ഗൈസ് ടോക്കൺ ഏകദേശം 10,000. ആൻഡ് ഇവിടെ ആണെങ്കിൽ കുറെ നേരത്തിന് ശേഷം നമ്മൾ അടുത്ത ടോക്കൺ ആയിട്ട് നമ്മൾ ടീമേറ്റ് എത്തി ഗൈസ്. ചെക്കനാണെങ്കിൽ ജീപ്പായിട്ട് പറപ്പിച്ച വന്ന ഗൈസ്. ആൻഡ് അവൻ്റെ കൂടി വാങ്ങിയപ്പോൾ ഏകദേശം ഗൈസ് 30K ടോക്കൺ ആയി ഗൈസ്. 20K പറഞ്ഞാൽ 30K. ഞാൻ പറഞ്ഞ പോലെ തന്നെ 30K ആക്കി ഗൈസ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഒരു ടീമേറ്റ് കൂടി ഗൈസ് ടോക്കൺ തരാനും വേണ്ടി ഏകദേശം 5,000 ടോക്കൺ ഉണ്ട് ഗൈസ്. 5,000 അല്ല ഗൈസ്, 4,000 മറിപ്പി. ഇപ്പോഴാണെങ്കിൽ അതും കൂടി എടുത്തപ്പോൾ ഏകദേശം 35K ആയിക്ക് ഗൈസ് ടോക്കൺ. ആൻഡ് അടുത്ത മെയിൻ കാര്യം എന്ന് പറയുന്നത് ടോക്കൺ മൊത്തം തീർക്കണം ഗൈസ്, അതാണ് അടുത്ത ടാസ്ക്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ആ സപ്ലി ബോക്സിന് അടുത്തേക്കാണ് ഗൈസ് വന്നത് ടോക്കൺ തീർക്കാനും വേണ്ടി. കാരണം ഒന്നും നോക്കാണ്ട് നെക്കി തീർക്കണം ഗൈസ് ടോക്കൺ. അപ്പോൾ ലേഖാണ്ട് ഗൈസ് ചെറുതാക്കി പോകണം. ആൻഡ് ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കണം എൻ്റെ ടീമേറ്റ് പോയി ചായ ചെയ്ത് ഗൈസ്. അതിൽ മൊത്തം സപ്ലി ബോക്സിൽ ചിലവാക്കുകയും ചെയ്യണം ഗൈസ്, അതാണ് മെയിൻ ചലഞ്ച്. ഇവിടെ ആണെങ്കിൽ ലേഗ് പോകാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ആക്കി കണ്ടാണ് ഗൈസ് ഓപ്പൺ ആക്കുന്നത്. അതിൽ രണ്ടാമത്തേൽ പിന്നെ നിർത്തി ഗൈസ്, ഫാസ്റ്റ് തന്നെയാണ് ആക്കുന്നത്. നിങ്ങൾ തന്നെ ഫുള്ളായിട്ട് കാണുക ഗൈസ്.
വേഗമുണ്ട്. നിന്റെ ഫോൺ സ്റ്റെക്കാണോ? ഫോൺ അടിച്ചു വേണം, ഫോൺ അടിച്ചുപോയി. ഹലോ അതിന്റെ ഇവിടാണെങ്കിൽ ചെക്കന്റെ ഫോൺ അടിച്ചു പോയി അറിയുന്നത്. എന്താ ചെയ്യാ? എന്റെ ഈ മാച്ചിൽ ബൂയ അടിക്കാനാവാന്ന് കൂടി നോക്കുക. അതാണെങ്കിൽ പറഞ്ഞ തീരാൻ ടൈം ആയിരുന്നു ഗൈസ്. അപ്പുറത്തുനിന്ന് കടി വരുന്നത് അതിന്റെ ഇടയിൽ കൂടി. ഞാനാണ് പെട്ടെന്ന് ലോഞ്ച് ബോർഡ് ഇട്ട് സൈഡിൽ പോകണം. എന്റെ അവന്മാരെ ഇട്ടിട്ട് നിങ്ങൾ എന്നെ ഫുള്ളായിട്ട് കാണാൻ നോക്കി. Enemy near me. चाले രണ്ട് മൂന്നാമത്തെ പൊക്കാതെ മോളിൽ എങ്ങനെ ജീപ്പ് എടുത്തു പോന്നു. വണ്ടി കിട്ടി അക്ഷയ്ക്കോ ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ കേസിൻ്റെ എല്ലാ ടീമേറ്റും ഡെറ്റ് നിലവിളാക്കി. അതിന് അപ്പുറത്ത് നിന്നാണെങ്കിൽ നല്ല രീതിക്ക് അടിക്കാനും വരുന്നുണ്ട് കേസ്. മീൻ്റെ അടുത്ത് ഞാനാണ് എന്തോ ഭാഗ്യത്തിന് ഓരോരുത്തർ ജീപ്പുള്ളിയും കൊണ്ട് രക്ഷപ്പെട്ട് അറിയാം. പിന്നെ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ അവിടെ മൊത്തത്തിൽ എൽമിയാണ് കേസ്. പിന്നെ കളി ഒട്ടും തീർക്കാൻ വേണ്ടി റഷാക്കാണ് കേസ് ക്യാപ്പിന്. ഇപ്പോഴാണെങ്കിൽ എല്ലാ ഭാഗത്തു നിന്ന് നാട്ടിൻകാരുണ്ട്. എന്നാലും ഞാൻ റഷാക്കാണ് കേസ്, ഒരു ഇതുമില്ലാണ്ട്. അതിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഞാൻ ചായ ചെയ്ത് കേസ്. എൻ്റെ അക്ഷയാണ് ചലഞ്ചിൽ പോയതിൻ്റെ കാര്യം ഒന്ന് മെൻഷൻ ആക്കിയിട്ട് തന്നെയല്ല കേസ്. അതിനോട് കുഴപ്പമില്ല. അതിൻ്റെ ചാനൽ എല്ലാവരും മാക്സിമം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഈ വീഡിയോ കാര്യത്തുള്ളൂ കേസ്. ബൈ ബൈ.